പ്രിസം സ്മാൾ ആംഗിൾഡ് ഉണ്ട്, ലാർജ് ആംഗിൾഡ് പ്രിസം ഉണ്ട്, ക്രൗൺ ഗ്ലാസ് ഉണ്ട്, ഫ്ലിൻറ്റ് ഗ്ലാസ് ഉണ്ട്, ടഫൻഡ് ഗ്ലാസ് ഉണ്ട്, വാട്ടർ പ്രിസം ഉണ്ട്, കെറോസിൻ പ്രിസം ഉണ്ട്, കോൺസ്റ്റന്റ് ഡീവിയേഷൻ പ്രിസമുണ്ട്, സ്പെക്ട്രം പ്രിസങ്ങളുണ്ട്, നോൺ സ്പെക്ട്രം പ്രിസങ്ങളുണ്ട്. ഇതിനെല്ലാത്തിന് മുമ്പ് നിക്കോൾ പ്രിസം എന്ന് പറഞ്ഞ പ്രിസങ്ങളുണ്ട്. 5 സൈഡുള്ള പ്രിസമുണ്ട്, 4 സൈഡുള്ള പ്രിസമുണ്ട്, 3 സൈഡുള്ള പ്രിസമുണ്ട്. മിനിമം 3 സൈഡ്. എല്ലാ പ്രിസങ്ങളും ഈക്വലേറ്ററിലാണെന്നും എല്ലാ പ്രിസങ്ങളും ട്രയാങ്കുലർ ആണെന്നും എന്നൊന്നും കരുതരുത്. ക്വാർട്സ് മിക്സ്ഡ് ആയിട്ടുള്ള പ്രിസങ്ങളും ഉണ്ട്. ക്വാർട്സ് പ്രിസം എന്ന് പറയും. അതിന് ചൂടാവില്ല. അത് വളരെ അത് കയറുന്ന ലൈറ്റ് മാത്രമേ പോകത്തുള്ളൂ. ഹീറ്റ് കട്ട് ചെയ്യുന്നതാണോ ക്വാർട്സ്. IR ഫിൽറ്റർ ഉള്ളതാണ്. ആയിരക്കണക്കിന് ആവശ്യത്തിന് ഒരു കാലത്ത് പ്രിസങ്ങൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് പ്രിസത്തിന് യൂസ് വളരെ കുറവാണ്. കാരണം പ്രിസത്തിനേക്കാളും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒപ്റ്റിക്കൽ ഫൈബർ എന്നുള്ള ടെക്നോളജി വന്നു കഴിഞ്ഞു. പ്രിസം കുറവാണ്. പിന്നെ വരുന്ന ടോട്ടൽ റിഫ്ലക്ഷൻ പ്രിസം. ഏകദേശം 21 തരത്തിലുള്ള പ്രിസം, 21 ടൈപ്സ് ഓഫ് പ്രിസംസ് ഉണ്ട്. ഒരുപാട് തരത്തിലുണ്ട്. കോമ്പിനേഷൻ പ്രിസങ്ങളുണ്ട്. ക്രൗണും ഫ്ലിൻറ്റും ഓപ്പോസിറ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യുന്നവയുണ്ട്. ഇതിൻ്റെ എല്ലാം ബേസിക് തിയറി ഒന്ന് തന്നെയാണ്. അതാണ് ദ പ്രിസം തിയറി. എൻട്രൻസ് പരീക്ഷയ്ക്ക് ആദ്യം ഭയങ്കര പ്രധാനമാണത്. അതിലേറെ തിയറി പരീക്ഷയ്ക്കും വളരെ പ്രധാനമാണ്. സ്കൂളിലേക്ക് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കേണ്ടതാണ്. വലിയ സബ്ജക്റ്റാണ്. ഒപ്റ്റിക്സ് എൻ്റെ MSCയുടെ ഒരു പേപ്പറാണ്. നമ്മളതിലാണ് ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രിസവും കാര്യങ്ങളൊക്കെ പഠിച്ചത്. അങ്ങനെയാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്നും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രിസം തിയറിയിൽ നമുക്ക് അതിനകത്ത് വേണ്ടത് ഒരു ഡയഗ്രാം, അതിൽ നിന്നൊരു വലിയ ഡെറിവേഷൻ μ = sin A + d/2 sin A/2, സ്മാൾ ആംഗിൾഡ് പ്രിസം, ഒരു ഗ്രാഫ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിച്ചേ പറ്റും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും പ്രാക്ടിക്കൽ കാണണം. ഇതെല്ലാം നമുക്ക് ഈ സ്പെക്ട്രോമീറ്ററും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് ഓൺലൈനിൽ, അതായത് നമുക്ക് കമ്പ്യൂട്ടർ വെച്ച് എൻ്റെ പ്രാക്ടിക്കലൊക്കെ ചെയ്യാൻ പറ്റും. കുറേയൊക്കെ അപ്പാരൻസ് ഞാൻ മുമ്പ് അനിമേഷൻ ചെയ്തിരുന്നു. അതെവിടെ പോയി? ഞാൻ കുറച്ച് തിരിച്ചൊന്ന് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് അനിമേഷൻസൊക്കെ പിന്നെ അത് പോയതൊക്കെ വേറെ പല ഹാർഡ് ഡിസ്കിൽ നിന്നൊക്കെ ഞാൻ റിക്കവർ ചെയ്തു. ഇതെല്ലാം ഒന്ന് അടുക്കണം. അപ്പം നമുക്ക് തുടങ്ങാം. എസ്സേയിൽ പ്രിസം തിയറി. ഈ ഹെഡിങ് തന്നെ ഞാനൊരു ഫോറിൻ ബുക്കിൽ നിന്ന് കടമെടുത്തതാണ്. അതിനകത്ത് ഒരു പ്രിസം എന്നല്ല കൊടുത്തിരിക്കുന്നത്, ദ പ്രിസം തിയറി എന്നാണ്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. ദ പ്രിസം തിയറി ആണ്. അത്ര വലിയൊരു സബ്ജക്റ്റ് തന്നെയാണത്. പടം വരയ്ക്കാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നോക്കാം. ഈ പടം വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കാനുള്ളത് ഒരു വലിയ ബേസ് കൊടുക്കുക. ഇത് ഏകദേശം നടുക്ക് വരും. പ്രിസം വളരെ സിമെട്രിക്കലായ ഉപകരണമാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് പടം വളരെ സിമെട്രിക്കലായിരിക്കണം. ആ പ്രിസത്തിൻ്റെ കോർണറുകൾ ചേരുന്ന പോയിന്റിന് ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് പ്രിസം. BC ABC represents an equilateral prism. രണ്ട് സൈഡ് തുല്യം. BC is called base of the prism.
ബേസ് സാധാരണ രീതിയിൽ ഷെയ്ഡ് ചെയ്തിരിക്കുക. ആ ഷെയ്ഡാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. BC is called base because of two reasons. ഒന്നാമത്തെ റീസൺ, ലൈറ്റ് നെവർ എൻറ്റർ ഓർ ഇമർജസ് ത്രൂ ദ ബേസ് ഓഫ് എ പ്രിസം. പ്രിസത്തിന്റെ ബേസ് വഴി ലൈറ്റ് അകത്തോട്ട് കയറാനും പാടില്ല, പുറത്തോട്ട് വരാനും പാടില്ല. രണ്ടാമത്തേത്, പ്രിസത്തിനകത്തുള്ള ലൈറ്റ്, ദ ലൈറ്റ് വിത്തിൻ ദ പ്രിസം മസ്റ്റ് ഡീവിയേറ്റ് ടുവേർഡ്സ് ദ ബേസ്. അത് ബേസിലേക്ക് ഓടിയാവും, ബേസിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല. ഇതൊന്നും അറിഞ്ഞുകൂടാതെ പടം വരച്ചു കഴിഞ്ഞാൽ പടം പൊട്ട തെറ്റായിരിക്കും നിങ്ങൾ വരച്ചു ചെയ്യുന്നത്. ABC represents a triangular prism. BC is called the base through which never light enter or emerges. ബേസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന സബ്റ്റൻഡന്റ് ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറയുന്നത്. ഒരു പ്രിസത്തിന്റെ എല്ലാ പ്രോപ്പർട്ടിയും അതിന്റെ ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒരു പ്രോപ്പർട്ടി ഒഴികെ അത് ഏതാണ് എന്ന് ചോദിക്കും. എൻട്രൻസിന് സ്ഥിരം വരുന്ന ക്വസ്റ്റ്യനാ. Which one of the following properties of a prism do not depend on the angle? ഒരു പ്രിസത്തിന്റെ എല്ലാം അതിന്റെ ആംഗിളാണ്, ഒരു കാര്യം ഒഴികെ മാത്രം. അത് പിന്നെ പറഞ്ഞു തരാതാണ്. ഓക്കെ, ഒരു റേ ഓഫ് ലൈറ്റ് എൻ്റർ ചെയ്തു, ഡീവിയേറ്റ് ചെയ്തു, ഇമേർജ് ചെയ്തു. ഈ ഡീവിയേറ്റ് ചെയ്യുന്നത് പാരലാകാം, പാരലല്ലാതാകാം. പാരലായിട്ട് വരയ്ക്കും, പാരലല്ലാതെ വരയ്ക്കും. എങ്ങനെ ഒരിക്കലും കറക്റ്റ് മുകളിലോട്ട് വരയ്ക്കരുത്, താഴോട്ടേ വരയ്ക്കാവും. ഞാൻ ബുക്കിനകത്തുള്ള അതേ നൊട്ടേഷൻ തന്നെ കൊടുക്കുകയാണ്. P Q, എളുപ്പമാണ്, വളരെ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. R yes, PQ is the incident ray, QR is the refracted ray, RS is the emergent ray. Incident ray, കറങ്ങി വാടേ. Emergent ray, ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ, ഇമർജന്റ് റേ. പേരുകൾ മാറിപ്പോകരുത്. കയറുന്ന ലൈറ്റ്, റിഫ്രാക്ട് ചെയ്ത ലൈറ്റ്, ഇറങ്ങുന്ന ലൈറ്റ്. നോർമൽസ് ഡ്രോൺ,
Normals drawn at Q and R meet at N. Meet at N. Normals are drawn at Q and R meet at N. Angle between incident ray and normal is called angle of incidence I. ഇതിനെ ഞാൻ I1 എന്ന് കൊടുത്തു. I1, I2, I1 ആദ്യത്തെ ഫേസിൽ, I2 രണ്ടാമത്തെ ഫേസിൽ. ഇനി പ്രസത്തിനകത്തുള്ള റേയാണ് റിഫ്രാക്ഷൻ ആംഗിൾ R1 ആൻഡ് R2. പ്രിസം ഇല്ലാതിരുന്നെങ്കിൽ ആ ഇൻസിഡന്റ് ചെയ്ത ലൈറ്റ് ഇങ്ങനെ പോകുമായിരുന്നു, ഈ ഡോട്ടർ ലൈനിലൂടെ പോകുമായിരുന്നു. ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രിസം ദ ഇൻസിഡന്റ് റേ വിൽ പ്രൊസീഡ് along the dotted line given. അങ്ങോട്ട് പോകുമായിരുന്നു. അതേമാതിരി പ്രിസം ഇരുന്ന കാരണം ലൈറ്റ് ഇങ്ങനെ ഇറങ്ങി അങ്ങ് പോയി. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് പോവേണ്ട ലൈറ്റ് ചരിഞ്ഞ് താഴോട്ട് പോയി. എത്ര മടങ്ങിപ്പോയോ ഇറ്റ് ഈസ് കാൾഡ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഇത്രയാണ് ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ള ആംഗിളുകൾ. ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എം. ഈ ഡയഗ്രം സ്കെച്ച് ചെയ്യാൻ ചോദിക്കും പരീക്ഷയ്ക്ക്. ഞാൻ ഓടിച്ച് പറയാം. പി ക്യു ഇസ് ദ ഇൻസിഡന്റ് റേ, incident on the first phase AB, which after refraction along QR emerges as RS along the other phase AC. I1 is the incident ray, I2 is the emergent ray, R1, R2 represents the two angles within the prism. ഇനി പ്രിസം ഇല്ലായിരുന്നെങ്കിൽ ഇൻസിഡന്റ് റേ പി ക്യു സ്ട്രെയിറ്റ് ആയിട്ട് പോകുമായിരുന്നു. പ്രിസം ഇരുന്നത് കാരണം ഇമർജന്റ് റേ ഒടിഞ്ഞു താഴേക്ക് പോയി. എത്ര ഒടിഞ്ഞോ ഇറ്റ് ഈസ് കാൾഡ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഡീവിയേറ്റ് ചെയ്ത് പോയ ആംഗിൾ ഈസ് കാൾഡ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഇതാണ് ഡയഗ്രാം. ഈ ഡയഗ്രാം തെറ്റാതെ വരയ്ക്കുന്നതിന് 2.5 മാർക്കാണ്. ഇനി ഇതിനകത്തൊരു ചെറിയ ഗ്രാഫ് കൂടെ ഉണ്ട്, അതാണ് ഞാൻ പഠിപ്പിക്കുന്നതിന്റെ കൂടെ അതുകൂടെ വരച്ചു തരാം. സ്ക്രീൻ ക്ലിയർ ആയോ? ഇനി ബുക്കിലെ പടം നോക്കിയാൽ പടം നല്ല ക്ലിയർ ആവേണ്ടതാണ്. ആര്യയും ഗുപ്താജി മനസ്സിലായല്ലോ? ശരി. ഇനി മാത്തമാറ്റിക്സ് ആണ്, ഫിസിക്സിനകത്തൊന്നുമില്ല. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ സ്നെൽസ് ലോ മാത്രമാണ്, ബാക്കി മുഴുവൻ മാത്തമാറ്റിക്സ് ആണ്. പടം വളരെ വലുതായിട്ട് വേണം വരയ്ക്കാനായിട്ട്. പടം പ്രിന്റ് ചെയ്തതുപോലെ ഇരിക്കണം വരയ്ക്കുമ്പോഴത്തേക്ക്. പരീക്ഷയ്ക്ക് നന്നായിരിക്കുകയും വേണം വരയ്ക്കുമ്പോഴത്തേക്ക്. നമുക്ക് ഇവിടുന്ന് എഴുതി തുടങ്ങാം. പടമാണ് പ്രധാനം. AQNR is a quadrilateral. ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോഴത്തേക്ക് 4 വശമുള്ളത്. 4 വശമാകുമ്പോഴത്തേക്ക് എല്ലാ ആംഗിളും കൂടെ കൂട്ടിയാൽ 360 ഡിഗ്രി കിട്ടണം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ എൻ പ്ലസ് ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു 360. ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ ആർ ഈക്വൽസ് 180 ഡിഗ്രി. കാരണം നോർമൽസ് ആണ് ഡ്രാൻ. നോർമൽസ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് 90 ഡിഗ്രിയാണ് ആംഗിൾ. അപ്പോൾ 2 90 അടിയുമ്പോഴത്തേക്ക് 180 ആയി. അപ്പോൾ അത് രണ്ടും പോയി കഴിഞ്ഞാൽ therefore angle A plus angle R is equal to 180. Equation number 1. Angle A plus angle R
angle A plus angle N equals 180. Sorry, angle N equals 180 degree. Clear ആയല്ലോ? AQNR പടം നോക്കിക്കണം. ഞാനാണ് പടം വലുതാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ. AQNR is a quadrilateral. 4 ആംഗിളും കൂടെ കൂട്ടിയാൽ 360 ഡിഗ്രി കിട്ടണം. ക്യൂയിൽ മാറിന് നോർമൽ വരച്ചുകൊണ്ട് 90 ഡിഗ്രി. അതുകൊണ്ട് ബാക്കി വരുന്ന 2 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി. ഇക്വേഷൻ നമ്പർ 1. സമചാന? ഓക്കെ. അടുത്തത് വീണ്ടും ഡയഗ്രത്തിൽ, ഇതെല്ലാം ഡയഗ്രാം, വേറെ ഒന്നുമില്ല. ഡയഗ്രാം നോക്കി പറയാം, ഓൺലി മാത്തമാറ്റിക്സ്. QNR ഈസ് എ ട്രയാങ്കിൾ. അപ്പൊ എല്ലാ ആംഗിളും കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. ആംഗിൾ ഏതൊക്കെയാണ്? R1 QNR എന്ന് പറഞ്ഞ ട്രയാങ്കിളാ. അപ്പം R1 plus R2 plus N, R1 plus R2 plus N is equal to 180. ഇക്വേഷൻ നമ്പർ 2. ഒന്നുമില്ലേ, വളരെ ലളിതമായ സാധനം. ഈ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തേ. ഇക്വേറ്റിംഗ് 2 രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് n ക്യാൻസൽ ആയി പോയാൽ പിന്നെ ബാക്കി കിട്ടുന്നത് therefore A is equal to R1 plus R2. ഇക്വേഷൻ നമ്പർ 3. പ്രോബ്ലം ചെയ്യാനതൊക്കെ നമുക്ക് വേണ്ടി വരും. പ്രോബ്ലം ഒക്കെ ഇതിൽ വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് കിട്ടുന്ന ചോദ്യങ്ങൾ മാത്രമാണ്. ഞങ്ങൾ ഓടിച്ച് 3 പറഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിൽ പോവാം. AQNR is a quadrilateral. Angle A plus angle Q plus angle N plus angle R is equal to 360. ക്യൂയിൽ മാന് നോർമൽ വരച്ചുകൊണ്ട് അത് 90 ഡിഗ്രി പോവും. ബാക്കി വരുന്ന 2 ആംഗിൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രി. ഇക്വേഷൻ നമ്പർ 1. QNR എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ട്രയാങ്കിൾ. 3 ആംഗിൾ കൂട്ടി കഴിയുമ്പോഴത്തേക്ക് 180 ഡിഗ്രി. ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആംഗിൾ A ഈക്വൽസ് R1 plus R2. റിഫ്രാക്റ്റിംഗ് ആംഗിൾസ് രണ്ടും കൂടെ കൂട്ടിയാൽ ആംഗിൾ ഓഫ് ദി പ്രിസം കിട്ടണം. ആംഗിൾ കൂടുന്തോറും റിഫ്രാക്ഷൻ കൂടും എന്നർത്ഥം. വീണ്ടും അഗൈൻ ഫ്രം ഫിഗർ 9 കുമാർ ക്ലാസ്സിലുണ്ടോ കുഞ്ഞെ? ശരി. ഡി എന്ന് പറഞ്ഞൊരു എക്സ്റ്റീരിയർ ആംഗിളാണ്. ഡി എന്ന് പറഞ്ഞൊരു എക്സ്റ്റീരിയർ ആംഗിളാണ്. ഒരു ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. കൺസിഡർ ദ ട്രയാങ്കിൾ QMR. AMR അല്ല, QMR. അതിനകത്ത് വാട്ട് ഈസ് ആംഗിൾ ഡി? ഡീവിയേഷൻ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്ക് സം ഓഫ് ദ 2 ഇന്റീരിയർ ആംഗിൾസ്. നോക്കിയേ, എക്സ്റ്റീരിയർ ആംഗിൾ I1 ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ I1 R1 പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്നത് I1 minus R1. സോ ദിസ് ഈസ് I1 minus R1 പ്ലസ് I2 minus R2. നിങ്ങൾ പടം നോക്കിക്കോണം. I1 എന്ന് പറയുന്നത് ഒരു വെളിയിലുള്ള ആംഗിൾ. I1 എന്ന് പറഞ്ഞ ആംഗിൾ ഇതാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിളും I1 തന്നെ ആയിരിക്കും, കാരണം ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. അപ്പം ബാക്കി ഇതിൽ R1 പോയാൽ ബാക്കി വരുന്ന I1 minus R1. I2 വെളിയിലുള്ള ആംഗിൾ ആണ്. I2 എന്നുള്ളത് പുറത്തുള്ള ആംഗിൾ ആണെങ്കിൽ അതേ ആംഗിൾ തന്നെ ആയിരിക്കും. ഇത് ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. R2 പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്ക് I2 minus R2. അപ്പൊ രണ്ടും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത റിലേഷൻ കിട്ടി. therefore deviation is equal to I1 plus I2 minus ബ്രാക്കറ്റിനകത്ത് R1 plus R2. പക്ഷെ R1 plus R2 തുടങ്ങി A യാ. therefore deviation is equal to I1 plus I2 minus A is equation number 4. ഇതുവരെയാണ് നമ്മൾ ഡയഗ്രത്തിൽ നിന്ന് എഴുതുന്ന കാര്യങ്ങൾ. വെറും 3 കാര്യങ്ങൾ. ഒരു ഈക്വലാറ്ററൽ, 2 ട്രയാങ്കിൾ എടുത്തു, ആംഗിളുകൾ നമ്മൾ കൂട്ടി, നമ്മൾ കൊച്ചിലേ തന്നെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞു. അവസാനം ഒരു ഇക്വേഷൻ കിട്ടി, D equals I1 plus I2 minus A. For a given prism, A is a constant. So, deviation D depends on I1 and I2 only. I2 depends on I1. എത്ര ആംഗിളിൽ പുറത്തു വരണം എന്നുള്ളത് എത്ര ആംഗിളിൽ കയറുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. അപ്പം നോക്കി, ഈ ഇക്വേഷനകത്ത് A ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഡീവിയേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന I1നെയും I2നെയാണ്. പക്ഷെ I2 I1നെ ഡിപ്പെൻഡ് ചെയ്യും, കാരണം I1 മാറി I2 മാറും. അതുകൊണ്ട് അപ്പൊ
deviation D only depends on I1 alone. മനസ്സിലായല്ലോ? ഞാൻ ഇങ്ങോട്ട് നീക്കുകയാണേ, എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് കയറ്റുകയാണ്. നമുക്ക് കുറച്ചുകൂടെ ഇങ്ങോട്ട് കയറ്റി എഴുതാൻ പറ്റും. ഡീവിയേഷൻ ഡി ഡിപ്പെൻസ് ഓൺ I1 ആൻഡ് I2. പക്ഷെ I2 ഡിപ്പെൻസ് ഓൺ I1 എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ഡീവിയേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന I1 മാത്രമാണ്. അപ്പൊ പല ആംഗിൾ കൊടുക്കുക, ഡീവിയേഷൻ അളക്കുക, ആംഗിൾ മാറ്റുക, ഡീവിയേഷൻ മാറും, ആംഗിൾ മാറ്റുക, ഡീവിയേഷൻ മാറും, ആംഗിൾ മാറ്റുക, ഡീവിയേഷൻ മാറും. ഇഫ് എ ഗ്രാഫ് ഈസ് ഡ്രോൺ ബിറ്റ്വീൻ ഡി ആൻഡ് ഐ, ഡിയും ഐയും തമ്മിലൊരു ഗ്രാഫ് വരച്ചാല് ഇറ്റ് ഈസ് ആസ് ഷോൺ ബിലോ, അല്ലെങ്കിൽ ഇൻ ഫിഗർ ബിലോ. ഈ ഗ്രാഫ് വളരെ പ്രധാനമാണ് പരീക്ഷയ്ക്ക്. ഇനി നമുക്കിതൊന്നും വേണ്ട, നമ്മൾ ഇനി ഇങ്ങോട്ട് വരെയാണ്. ആസ് ദ ഗ്രാഫ് ഷോൺ ബിലോ എന്ന് പറഞ്ഞിട്ട് ആ ഗ്രാഫ് വരയ്ക്കണം. ഇതാണ് ഗ്രാഫ്, ID ഗ്രാഫ്. ആ ഗ്രാഫ് ബുക്കിനകത്ത് കാണും, നോക്കി അടുത്ത പേജിൽ കാണും. ഉണ്ട് I x ആക്സിസ്, ഡീവിയേഷൻ Y ആക്സിസ്. ആ ഗ്രാഫിന് ഒരു പ്രത്യേക ഷേപ്പാണ്. ആ ഗ്രാഫ് വളരെ പ്രധാനമാണ് പരീക്ഷയ്ക്ക്. ഗ്രാഫ് ആ ബുക്കിലുള്ളതുപോലെ ഗ്രാഫ് കൊടുത്താൽ മതി. ഈ ഗ്രാഫിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. From the graph, it is clear that as I increases, D decreases, becomes a minimum. And then increases. ഗ്രാഫിൽ കാണുന്നതാണ്. I കൂടുന്നതനുസരിച്ച് D കുറയാൻ തുടങ്ങി, കുറഞ്ഞു ഒരു മിനിമം ആയിട്ട് പിന്നെ കൂടാൻ തുടങ്ങി. അതിൽ നിന്ന് രണ്ട് കാര്യങ്ങളൊന്നും കൂടെ പഠിക്കണം കേട്ടോ, പറഞ്ഞുതരാം. ഞാൻ ഏതെങ്കിലും ഒരു ഡീവിയേഷൻ എടുത്താൽ, ഒരു ഡീവിയേഷൻ ഞാൻ എടുത്തു, ആ ഡീവിയേഷൻ ഞാനൊരു ലൈൻ വരച്ചാൽ എനിക്ക് രണ്ട് ആംഗിൾ കിട്ടും. കണ്ട, ഞാനൊരു പർട്ടിക്കുലർ ഡീവിയേഷൻ എടുത്താൽ ഞാനത് കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ആംഗിൾ ഇവിടെ കാണാൻ പറ്റും. ഒരു ആംഗിൾ എന്ന് പറയുന്നത് ആദ്യം കാണുന്ന ആംഗിൾ I1, I2. ഇതൊന്നും വലിയ ബോർഡിൽ വരച്ചൊന്നും പഠിപ്പിക്കാൻ പറ്റുന്നില്ല. I1, I2. ഞാൻ വേറൊരു ഡീവിയേഷൻ എടുത്താൽ, ഇനി അടുത്ത് വേറൊരു ഡീവിയേഷൻ ഞാൻ എടുത്താൽ, അടുത്തൊരു ഡീവിയേഷൻ എടുത്തിരുന്നാലും അവിടെ എനിക്ക് രണ്ട് ആംഗിൾ കാണാൻ പറ്റും. നോക്കി, വേറൊരു ഡീവിയേഷൻ ഞാൻ എടുത്തു, വേറൊരു ചുവപ്പ് ഡീവിയേഷൻ എടുത്തു D, അവിടെയും എനിക്ക് രണ്ട് ആംഗിൾ കാണാൻ പറ്റും. ഒരു ആംഗിൾ ഇവിടെ, ഒരു ആംഗിൾ ഇവിടെ. അതുകൊണ്ടാണ് I1 + I2 എന്നുള്ള D ആയിട്ട് മാറിയത്. നോക്കി, ഫോർ എനി ഡീവിയേഷൻ there are two angles, I1 and I2, I1 and I2 അങ്ങനെ കാണാൻ പറ്റും. പക്ഷേ മിനിമം ഡീവിയേഷൻ എടുത്താൽ, ഞാൻ മിനിമം ഡീവിയേഷൻ എടുത്താൽ ഒറ്റ ആംഗിളേ കാണാനുള്ളൂ. നോക്കി, കണ്ട, മിനിമം ഡീവിയേഷൻ ഒറ്റ ആംഗിളേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ മിനിമം ഡീവിയേഷൻ എന്നുള്ളതിന് പകരം D മിനി, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ D എന്നാണ് പറയുന്നത്. എന്താണ് പക്ഷേ അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ആംഗിളേ കാണുന്നുള്ളൂ, ഒറ്റ ആംഗിളേ ഇവിടെ കാണാൻ പറ്റും. only one ആംഗിളായി. ഇവിടെ നോക്കി, ഈ ഡീവിയേഷന് ഇതാണ് I1 I2 രണ്ട് ആംഗിൾ, ചുവപ്പ് ഡീവിയേഷന് ഇവിടെയാണ് രണ്ട് ആംഗിൾ,
താഴോട്ട് വരുന്തോറും ഈ രണ്ട് ആംഗിളും ചേർന്ന് വരാൻ തുടങ്ങി. മിനിമം ഡീവിയേഷൻ ആയപ്പോഴത്തേക്ക് രണ്ട് ആംഗിളും കൂടെ ചേർന്ന് ഒന്നായി. അറ്റ് മിനിമം ഡീവിയേഷൻ D mini is equal to D, I1 is equal to I2 is equal to I എന്ന് എഴുതാം. രണ്ട് ആംഗിൾ സെയിം ആയി. സോ R1 is equal to R2 is equal to R. രണ്ട് ആംഗിൾ സെയിം ആണെങ്കിൽ റിഫ്രാക്ഷൻ ആംഗിൾ സെയിം ആയിരിക്കും. R1 is equal to R2 is equal to R എന്ന് എനിക്ക് പറയാൻ പറ്റും. അതായത് നിങ്ങൾ ഈ പടം നോക്കിയാൽ പച്ച ഡീവിയേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഡീവിയേഷൻ രണ്ട് ആംഗിൾ I1 and I2. ചുവപ്പ് ഡീവിയേഷൻ എടുത്താലും രണ്ട് ആംഗിൾ I1 and I2. താഴോട്ട് വരുന്നതോറും I1 I2 അടുത്തടുത്ത് വരുന്നത്. ഇത് അകലെയായിരുന്നു, ഇത് കുറച്ചുകൂടെ അടുത്തായി. അടുത്ത വേറൊരു പോയിന്റ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ അടുത്ത് വരും. അങ്ങനെ ഈ I1 ഇങ്ങോട്ട് നീങ്ങും, I2 ഇങ്ങോട്ട് നീങ്ങും. എപ്പോഴാണോ രണ്ടും നടുക്കെത്തുന്നത് അപ്പോഴാണ് മിനിമം ഡീവിയേഷൻ വരുന്നത്. മിനിമം ഡീവിയേഷൻ വരുമ്പോഴത്തേക്ക് I1 ഈക്വൽസ് I2 ഈക്വൽസ് I എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ R1 ഈക്വൽസ് R2 ഈക്വൽസ് R എന്നും പറയാം. ഇതൊക്കെ പ്രാക്ടിക്കൽ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ സോ വാട്ട് ഈസ് ഇക്വേഷൻ 1? സോ ഇക്വേഷൻ 1 becomes, അല്ല ഇക്വേഷൻ 1 അല്ലല്ലോ, ഇക്വേഷൻ 4 becomes. ഇക്വേഷൻ 4 എങ്ങനെ എഴുതാം? D is equal to I1 plus I2 minus A എന്നുള്ളത് എങ്ങനെ എഴുതാം? D is equal to I1 plus I2 2I minus A. അങ്ങനെയാണെങ്കിൽ what is I? Therefore I is equal to A plus D by 2. And അതുപോലെ നമ്മൾ നേരത്തെ ഇക്വേഷൻ പറഞ്ഞായിരുന്നു A equals R1 plus R2. മുകളിൽ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, കണ്ട? അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് A is equal to 2R എന്ന് കിട്ടും. അങ്ങനെ വരുമ്പോഴത്തേക്ക് therefore R is equal to A by 2 എന്ന് കിട്ടും. By Snell's law, എന്താ പറയുന്നത്? N is equal to sin I divided by sin R. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് E is equal to sin A plus D by 2 divided by sin A by 2 for a sum. ഇതുവരെയാണ് നിങ്ങളുടെ പ്രൂഫ്. ഇതാണ് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ളത്. നോക്കട്ടെ. For any prism in air or in vacuum. ഒരു എല്ലൂടെ ഉണ്ടല്ലോ, സ്നെൽസില. ഓക്കെ, ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. എത്ര സിമ്പിൾ നോക്കി. അപ്പൊ ഇവിടെ പറയാനുള്ളത് ഫ്രം ദ ഗ്രാഫ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് as I increases D decreases, reaches a minimum value and then increases. ഗ്രാഫിൽ നിന്ന് ഒരു കാര്യം കൂടെ മനസ്സിലായി. മിനിമം ഡീവിയേഷൻ ആകുമ്പോഴത്തേക്ക് രണ്ട് അപ്പുറപ്പുറമുള്ള ആംഗിളുകൾ തുല്യമായിരിക്കണം. I1 ഈക്വൽസ് I2. അപ്പൊ മിനിമം ഡീവിയേഷൻ ആകുമ്പോഴത്തേക്ക് ഈ ആംഗിളും തുല്യം, അകത്തുള്ള രണ്ട് ആംഗിളും തുല്യം. ഈ ലൈൻ ബേസിന് പാരലൽ, അതാണ് നമ്മൾ ബുക്കിൽ വരയ്ക്കുന്ന ഡയഗ്രാം. അപ്പൊ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഈ പച്ച ലൈനായിട്ട് കാണുന്നത് ഈ ബേസിന് പാരലൽ ആയിരിക്കും. അതാണ് മിനിമം ഡീവിയേഷൻ. അതിലും കുറഞ്ഞ ഡീവിയേഷൻ ഉണ്ടാക്കാൻ പറ്റൂല. അതുകൊണ്ട് I1 ഈക്വൽസ് I2 ഈക്വൽസ് I. അതുകൊണ്ട് തന്നെ R1 ഈക്വൽസ് R2 ഈക്വൽസ് R. Therefore D ഈക്വൽസ് 2A minus A, I equals A plus D by 2 and A is equal to 2R, R equals A by 2. By Snell's law, N equals sin A by sin R. Substitute ചെയ്യുക for A prism. അവിടെ എഴുതി നിർത്തിയിരിക്കുക. അതുവരെ ഉള്ളൂ പരീക്ഷയ്ക്ക്. ക്ലിയർ ആയി കാണും എന്ന് കരുതുന്നു. വളരെ ലളിതമായ ഈ രണ്ട് പടവും പരീക്ഷയ്ക്ക് വളരെ ഏതെങ്കിലും ഒരു പടം വിട്ടുപോയാൽ നിങ്ങൾ 1.5 മാർക്ക് അവിടെ ഞങ്ങൾ വിടിയും കളയും. ഒരു കാരണവശാലും പടവും ഗ്രാഫും വിട്ടു പോകരുത്. ബുക്കെടുത്ത് ഈ രണ്ട് ഡയഗ്രം ഒന്ന് ടിക്ക് ചെയ്തേ കുട്ടികളെ, കുഞ്ഞുങ്ങളെ. ബുക്കെടുത്തിട്ട് ആ രണ്ട് ഡയഗ്രം ഒന്ന് ടിക്ക് ചെയ്തേ.
പടത്തിനകത്ത് ഞാൻ ഈ വരച്ച പടവും ബുക്കിലെ പടം കൂടെ ഒന്ന് കമ്പയർ ചെയ്യണം, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കിക്കോണം. PQ is the incident ray, QR is the emergent ray, RS is the emergent ray, and QR is the refracted ray within the prism. I1 and I2 represents the angle of incidence and angle of emergence. R1 and R2 represents the refraction angles within the prism, and D is the deviation angle. A is the angle of the prism. എല്ലാ പ്രോപ്പർട്ടീസും എ ഡിപ്പെൻഡ് ചെയ്യും. എല്ലാ ഇക്വേഷനകത്ത് എ വന്നിട്ടുണ്ട്. നോക്കിയാൽ എ ഇല്ലാതെ ഒരു ഇക്വേഷൻ ഇല്ല അവിടെ. അതുകൊണ്ടാണ് എല്ലാം എ ഡിപ്പെൻഡ് ചെയ്യും. എ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു സാധനം ഡിസ്പെൻസ് പവറാണ്. അത് ഞാൻ പിന്നെ പറഞ്ഞു, എടുത്തില്ല, അവിടെ എത്തും. ഈ ഗ്രാഫ് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ ഗ്രാഫ് ടിക്ക് ചെയ്യണം, മറ്റേ ടിക്ക് ചെയ്യണം. ക്ലിയർ ആയോ? AQNR is a quadrilateral. ഞാൻ വളരെ സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ എഴുതിയ, പക്ഷേ ഞാൻ ബുക്കിനകത്തുള്ള നോട്ട് ധാരാളം മതിയടേ. അത് വളരെ നന്നായി ഞാൻ എഴുതിയിരിക്കുകയാണ്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത് സ്മാൾ ആംഗിൾഡ് പ്രിസം. ഇത് എക്സ്ട്രാ ചോദ്യമാണ്. ഇത് ചോദിക്കുകയാണെങ്കിൽ പറയാവൂ, അല്ലെങ്കിൽ ഇത് എൻട്രൻസ് എക്സാമിനേഷന് വളരെ പ്രധാനമാണ്. വളരെ 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 പ്രധാനം. A prism whose angle A is very small is called small angled prism. ചില സ്പെഷ്യൽ പർപ്പസിനാണ് ഇങ്ങനത്തെ പ്രിസം ഉപയോഗിക്കുന്നത്. സാധാരണ പർപ്പസിന് സ്മാൾ ആംഗിൾഡ് പ്രിസം യൂസ് ചെയ്യാറില്ല. A is equal to R1 plus R2 നേരത്തെ പറഞ്ഞായിരുന്നു. Since A is very small, R1 and R2 must be again small. A എന്ന് പറഞ്ഞാൽ ചെറുതാണ്. അപ്പൊ R1 R2 അതിനേക്കാളും ചെറുതായിരിക്കണം. രണ്ടും കൂടെ കൂട്ടുമണിയിൽ A വരേണ്ടത്. അപ്പോൾ A ചെറുതായെന്നുണ്ടെങ്കിൽ R1 R2 ഭയങ്കര ചെറുതായി. അങ്ങനെ ചെറുതായെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അതിൻ്റെ അർത്ഥം I1 and I2 must be very small. By Snell's law, sin I1 divided by sin R1 is equal to n on the first phase. ഐയും ആറും ചെറുതാണെന്നുണ്ടെങ്കിൽ therefore I1 divided by R1, ആ രണ്ട് ആംഗിളും ചെറുതാണെന്നുണ്ടെങ്കിൽ I1 by R1 equals n. So what is I1 is equal to nR1. Similarly, I2 is equal to nR2. I2 is equal to nR2. But നമ്മൾ നേരത്തെ ഇക്വേഷൻ പഠിച്ചായിരുന്നു. ഇപ്പോൾ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതിയായിരുന്നു. D is equal to I1 plus I2 minus A എന്നൊരു ഇക്വേഷൻ നമ്മളിപ്പോൾ എഴുതിയായിരുന്നു. I1 plus I2 minus A. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? I1 എന്നുള്ളതിന് പകരം nR1 plus nR2 minus A. n കോമൺ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരും? ഈസ് ഈക്വൽ ടു n ഇൻറ്റു R1 പ്ലസ് R2 മൈനസ് A. R1 പ്ലസ് R2 എന്ന് പറഞ്ഞാൽ A ആണ്. സോ ഈസ് ഈക്വൽ ടു n A മൈനസ് A ഈസ് ഈക്വൽ ടു A ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് n മൈനസ് 1 ഫോർ A സ്മാൾ ആംഗിൾഡ് പ്രിസം എന്ന് പറഞ്ഞാൽ നിർത്തുക. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരിക്കലും ഒഴിച്ച് പറയാം. ഏത് പ്രിസത്തിന്റെ ആംഗിളാണോ ഏറ്റവും ചെറുതായിരിക്കുന്നത് സച്ച് എ പ്രിസം ഈസ് കാൾഡ് സ്മാൾ ആംഗിൾഡ് പ്രിസം. 1 ഡിഗ്രി 2 ഡിഗ്രി ഒക്കെ വരുള്ളൂ എൻ്റെ ആംഗിൾ. സിൻസ് A ഈസ് വെരി വെരി സ്മാൾ, R1 ആൻഡ് R2 ഭയങ്കര ചെറുതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ I1 I2 പിന്നെയും ചെറുതായിരിക്കും. സ്നെൽസിലാ പറയുന്നത് sin I1 by sin R1 equals n. I1 ഉം R1 ഉം ചെറുതാണെന്നുണ്ടെങ്കിൽ sin Iക്ക് പകരം I1, sin R1ന് പകരം R1. Therefore, I1 by R1 equals to n. Therefore, I1 equals nR1, I2 equals nR2. I2 is equal to nR2.
നമ്മളിപ്പം പഠിച്ച ഇക്വേഷനാണ് ഡി ഈക്വൽസ് I1 പ്ലസ് I2 മൈനസ് എ. I1 പ്ലസ് I2 പകരം NR1 പ്ലസ് NR2 മൈനസ് എ ഈക്വൽ N ഇൻറ്റു R1 പ്ലസ് R2 മൈനസ് എ ഈക്വൽ NA മൈനസ് എ ഈക്വൽ എ ഇൻറ്റു N മൈനസ് 1 ഫോർ സ്മാൾ ആംഗിൾ പ്രശ്നം എഴുതി അവിടെ നിർത്തുക. ഇതുവരെയേ ഉള്ളൂ. ഇത് നമുക്ക് എൻട്രൻസ് പ്രോബ്ലംസ് എല്ലാം നമ്മൾ ഇത് വച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അവിടെ വലിയ ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ട കാര്യം ഇല്ല. ഡിസ്പെർഷൻ ഓഫ് ലൈറ്റ്. Whenever a ray of white light, അതാണ് പ്രധാനം, white light is passed through a prism on emergence, it is colored. This phenomenon, അങ്ങനെ അങ്ങേറി പോയത്, is called dispersion of light. എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് ലൈറ്റ് ഒരു പ്രിസം വഴി പാസ് ചെയ്താൽ, ഇമേർജ് ചെയ്യുമ്പോഴത്തേക്ക് ലൈറ്റ് കളേർഡ് ആയിരിക്കും. വൈറ്റ് ലൈറ്റ് ആയിട്ടായിരിക്കില്ല വരുന്നത്. ദാറ്റ് ഫിനോമിനൻ ഈസ് കോൾഡ് ഡിസ്പെർഷൻ ഓഫ് ലൈറ്റ്. ഇത്രയും വലിയ പ്രശ്നമൊന്നും വേണ്ട, ഇനി നമുക്ക് ചെറിയ പ്രശ്നം മതി. ഇവിടെ ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റ് വൈറ്റ് ലൈറ്റ്. When a ray of white light is allowed to pass through a prism on emergence, ഇത് കളേർഡായിട്ട് കാണപ്പെടുന്നു. കളേർഡ് ആകുമ്പോഴത്തേക്ക് റെഡ് ആണ് ഏറ്റവും മുകളിൽ വരുന്ന ലൈറ്റ്, വയലറ്റ് ആയിരിക്കും ഏറ്റവും താഴെ അറ്റം വരുന്ന ലൈറ്റ്. സോ വയലറ്റ് ഈസ് ഡീവിയേറ്റഡ് മോർ ആൻഡ് റെഡ് ഈസ് ഡീവിയേറ്റഡ് ലീസ്റ്റ്. 5 മാർക്ക് എൻട്രൻസിന് മാറി. ഇതാണ് ഡയറക്റ്റ് ബീം, ഈ പോകുന്നതാണ് ഡയറക്റ്റ് ബീം. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഉണ്ടാകുന്നത് ഡീവിയേഷൻ ഫോർ റെഡ്, ഇത് പോകുന്ന ഡീവിയേഷൻ ഫോർ റെഡ്, ഇത് പോകുന്ന ഡീവിയേഷൻ ഫോർ വയലറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് ഡീവിയേഷൻ ഫോർ റെഡ്. ഇപ്പോഴും കാണുന്നത് ഡീവിയേഷൻ ഫോർ വയലറ്റ്. ഒരു ക്വസ്റ്റ്യൻ മാറി. ഈ ആംഗിൾ റെഡ് മുതൽ വയലറ്റ് വരെ കാണുന്ന ഈ ആംഗിൾ ഈസ് കാൾഡ് ആംഗുലർ ഡിസ്പെർഷൻ. ഈ കാണുന്ന ഈ ആംഗിൾ, അതായത് ഈ കാണുന്ന ആംഗിൾ, ഇത്രയും കാണുന്ന ഈ കാണുന്ന ആംഗിൾ ഈസ് കാൾഡ് ആംഗുലർ ഡിസ്പെർഷൻ. വയലറ്റ് മുതൽ റെഡ് വരെ എത്ര ആംഗിളിലാണോ ലൈറ്റ് പുറത്തു വരുന്നത്, ഇറ്റ് ഈസ് കാൾഡ് ആംഗുലർ ഡിസ്പെർഷൻ. ആംഗിൾ ഡിസ്പെർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആംഗിൾ ഡിസ്പെർഷൻ ഈസ് ഈക്വൽ ടു
ഈസ് ഈക്വൽ ടു ഡി വി മൈനസ് ഡി ആർ ഈസ് ഈക്വൽ ടു ഒന്നുമില്ല, വളരെ നിസ്സാര കാര്യം. ഈസ് ഈക്വൽ ടു ഡി വി എന്ന് പറയുമ്പോഴത്തേക്ക് എൻ വി മൈനസ് 1 ഇപ്പം പറഞ്ഞതാ ഇൻറ്റു എ മൈനസ് എൻ ബ്രാക്കറ്റിനകത്ത് എൻ ആർ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു ഇപ്പൊ എഴുതിയ ഇക്വേഷനാ ഇതേ കിടക്കണം. എൻ മൈനസ് 1 ഇൻറ്റു അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വയലറ്റ് ആകുമ്പോഴത്തേക്ക് എൻ ബി മൈനസ് 1 ഇൻറ്റു റെഡ് ആകുമ്പോഴത്തേക്ക് എൻ ആർ മൈനസ് 1 ഇൻറ്റു അതിൽ അപ്പൊ ഒന്ന് ക്യാൻസൽ ആവും. അപ്പൊ ഇക്വേഷൻ ജനറലി വരുമ്പോഴത്തേക്ക് ആംഗിൾ ഡിസ്പെർഷൻ ഈസ് ഈക്വൽ ടു എൻ വി മൈനസ് എൻ ആർ ഇൻറ്റു എന്നുള്ളത് ഇത് ചോദിക്കും. ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ആംഗിൾ ഡിസ്പെർഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഇനി എന്താണ് ഡിസ്പെർഷൻ ഉണ്ടാകുന്നതിന് കാരണം? ദ മെറ്റീരിയൽ ഓഫ് ദ പ്രിസം, ഈ പ്രിസത്തിനകത്ത് കാണുന്ന മെറ്റീരിയൽ ഈ വൈറ്റ് ലൈറ്റിന് അതിന്റെ കോമ്പോസിറ്റ് കളേഴ്സ് ആയിട്ട് മാറും. ബിക്കോസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് കളർ. വയലറ്റിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ല റെഡിന്. അതുകൊണ്ട് ഓരോ കളറിനും ഓരോ ഡീവിയേഷൻ ആകുമ്പോഴത്തേക്ക് ഓരോന്നും ഓരോ സ്ഥലത്ത് പോയി പതിക്കും. ദാറ്റ് ഇസ് ദ റീസൺ. ദ മെറ്റീരിയൽ ഓഫ് ദ പ്രിസം ഓഫർ ഡിഫറെന്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് ഫോർ ഡിഫറെന്റ് വേവ് ലെങ്ത്. അപ്പൊ വേവ് ലെങ്ത് മാറുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുമ്പോഴത്തേക്ക് ഡീവിയേഷൻ മാറുമ്പോഴത്തേക്ക് ഓരോ കളറും ഓരോരോ സ്ഥലത്ത് പോയി വീഴും. ദാറ്റ് ഇസ് ദ റീസൺ. അതാണ് കൊടുക്കേണ്ടത്. അത് അണ്ടർലൈൻ ചെയ്തണം. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ദ റീസൺ ദാറ്റ് ഞാൻ വായിച്ചു തരാം. whenever a ray of light എന്നുള്ളത് വെട്ടിയിട്ട് മുകളിൽ വൈറ്റ് ലൈറ്റ് എന്നാക്കണം. is passed through a prism. In addition to the deviation, the light gets split into the consistent colors. This phenomenon is called dispersion of light and is due to the reason that the material of the prism offer different refractive indices for different colors. Hence, each color gets deviated through different angles, striking at different points, resulting dispersion. അതിൽ ആദ്യത്തെ പടം വേണ്ട, രണ്ടാമത്തെ പടം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ആംഗിൾ ഡിസ്പെർഷൻ പറയുമ്പോഴത്തേക്ക് ഡി വി മൈനസ് ഡി ആർ, അതിന്റെ റിലേഷനും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ ഡിസ്പേഴ്സീവ് പവർ എന്നൊരു സാധനം കണ്ടായിരുന്ന അത് സൈഡിൽ മാർക്ക് ചെയ്യണം. ഡിസ്പേഴ്സീവ് പവർ ഡി വി മൈനസ് ഡി ആർ ബൈ ഡി, അത് ആംഗിളിന് ഡിപ്പെൻഡ് ചെയ്യില്ല, അത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഡിസ്പേഴ്സീവ് പവർ എന്ന് പറയുമ്പോഴത്തേക്ക് ദിസ് ഈസ് ഡി വി മൈനസ് ഡി ആർ ഡിവൈഡഡ് ബൈ മീൻ ഡീവിയേഷൻ. അതായത് അങ്ങറ്റം ഇങ്ങറ്റമുള്ള കളറിന്റെ ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ നടുക്കുള്ള ഡീവിയേഷൻ. ഇത് മാത്രം ആംഗിളിന് ഡിസ്പേഴ്സീവ് പവർ ഈസ് റിപ്രസെന്റ് ബൈ ലെറ്റർ ഒമേഗ. ഒമേഗ ഈസ് ഈക്വൽ ടു എൻ വി മൈനസ് എൻ ആർ divided by n minus 1. This property does not depend on the angle of prism. അതായത് പ്രിസത്തിന്റെ ആംഗിൾ മാറിയെന്ന് കരുതി മാറാത്ത ഒരേ ഒരു പ്രോപ്പർട്ടി ഡിസ്പേഴ്സീവ് പവർ മാത്രമാണ്. ഭയങ്കര പ്രധാനം, റെഗുലറായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. 30 ഡിഗ്രി പ്രിസത്തിന് പകരം 60 ഡിഗ്രി പ്രിസം ഉപയോഗിച്ചു. താഴെ പറയുന്നതിൽ ഒരു പ്രോപ്പർട്ടി മാത്രം മാറിയില്ല. അതേതാണ്? ഡിസ്പേഴ്സീവ് പവർ. ഡിസ്പേഴ്സീവ് പവർ എന്ന് പറഞ്ഞാൽ വയലറ്റ് റേ, റെഡ് റേ, അതിന്റെ ഡിഫറൻസ് മൈനസ് മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നടുക്കുള്ള റേക്കുള്ള ഡീവിയേഷൻ പറഞ്ഞ മേനാണ് മീൻ ഡീവിയേഷൻ. അതിൽ ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് ഈ ഇക്വേഷൻ നിങ്ങൾ കാണാൻ അറിഞ്ഞിരിക്കുക. ഇത് ചോദിച്ചിട്ടുണ്ട്, ചോദിക്കുന്ന ചോദ്യവും തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ വന്ന് തലപൊക്കി പോവാറും. അപ്പോ when a ray of light, ഇനിയുള്ളത് നമുക്ക് എൻട്രൻസിന് തിയറിക്ക് വേണ്ട എൻട്രൻസ് ക്ലാസ്സിലേക്ക് മാത്രം മതി. ജസ്റ്റ് പറഞ്ഞുതരാം, ഒന്ന് വായിച്ചിരുന്നാൽ മതി. when a ray of light is passed through a prism, രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന് ഡീവിയേഷൻ മീൻസ് അത് ഒടിയും. രണ്ടാമത്തത് ഡിസ്പേർഷൻ. രണ്ട് സംഭവിക്കും, ഡീവിയേഷൻ സംഭവിക്കും, ഡിസ്പേർഷൻ സംഭവിക്കും. അതുകൊണ്ട് two different prisms can be combined to get any one effect only. രണ്ട് പ്രിസം തമ്മിൽ കമ്പൈൻ ചെയ്ത രണ്ടിൽ ഏതെങ്കിലും ഒരു ഇഫക്റ്റേ വരും, മറ്റേത് ക്യാൻസൽ ആവും. അതായത് ഒരു ലൈറ്റ് പ്രിസം വഴി പാസ് ചെയ്ത് രണ്ട് പ്രോസസ് നടക്കും, ഡീവിയേഷൻ നടക്കും, ഡിസ്പെർഷൻ വരും. പക്ഷെ രണ്ട് ഡിഫറെന്റ് പ്രിസങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്താൽ ടു ഡിഫറെന്റ് പ്രിസം എന്ന് പറഞ്ഞത് സ്മാൾ ആംഗിൾഡ് പ്രിസം, ടു ഡിഫറെന്റ് സ്മാൾ ആംഗിൾഡ് പ്രിസം.
അതിനാണ് സ്മാൾ ആംഗിൾ പ്രിസം ഉപയോഗിക്കുന്നത്. കമ്പൈൻ ചെയ്താൽ ഏതെങ്കിലും ഒരു ഇഫക്റ്റേ വരുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നുകിൽ ഡിസ്പെർഷൻ കാണും, ബട്ട് നോ ഡീവിയേഷൻ, അല്ലെങ്കിൽ ഡീവിയേഷൻ കാണും, ബട്ട് നോ ഡിസ്പെർഷൻ. തിയറിക്ക് വേണം എൻട്രൻസിന് മതി. എന്ന് പറഞ്ഞാൽ ഡിസ്പെർഷൻ ഉണ്ട്, ഡീവിയേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രസം ഉണ്ടാക്കുന്ന ഡീവിയേഷൻ രണ്ടാമത്തെ പ്രസം ക്യാൻസൽ ചെയ്യും. തിരിച്ചാണെങ്കിൽ ആദ്യത്തെ പ്രസം ഉണ്ടാക്കുന്ന ഡിസ്പെർഷൻ രണ്ടാമത്തെ പ്രസം ക്യാൻസൽ ചെയ്യും. അപ്പൊ പ്രസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചും വെക്കണം. എന്ന് പറഞ്ഞാൽ ഒരു പ്രസം ഇങ്ങനെയാണ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, ഒരു പ്രസം നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയാണ് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത പ്രസം നമ്മൾ തിരിച്ചു വെക്കണം. അടുത്ത പ്രസത്തിനെ നമ്മൾ തിരിച്ചിങ്ങനെ വെക്കും. ഈ പടം ചിലപ്പോൾ വരയ്ക്കാൻ പണ്ടൊക്കെ ചോദിക്കുമായിരുന്നു, ഇപ്പൊ ഇതൊന്നും പരീക്ഷയ്ക്ക് സിലബസിൽ കാണാൻ പോലും ഇല്ല. അപ്പോൾ ഒന്നിന്റെ ആംഗിൾ എയും വേറൊന്ന് എ ഡാഷും ആണെങ്കിൽ എയും എ ഡാഷും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് റേഷ്യക്കകത്ത് ഒരു മൈനസ് സൈൻ കാണും, നോക്കിയാൽ മനസ്സിലാവും. ഇനി അത് വായിച്ചാൽ ക്ലിയർ ആവും. കോമ്പിനേഷൻ ഓഫ് പ്രിസംസ് ഒന്നും വേണ്ട, എൻട്രൻസിന് വേണ്ടി ഒന്ന് വായിച്ചേക്കുക, അത്രേ ഉള്ളൂ. ഇത് ഇങ്ങനെ ഒരു പ്രസത്തിന് 4 സൈഡായി, 1, 2, 3, 4. അപ്പൊ ഇത് ട്രയാങ്കുലർ പ്രസമാണെന്ന് ചോദിച്ചാൽ അല്ല. എന്നാ പ്രസമല്ലേ? ആണ്. എന്നാൽ അത് ട്രയാങ്കുലർ പ്രസമാണോ? അല്ല. അപ്പൊ പ്രസത്തിന് 4 സൈഡ് ആകാമോ? ആകാം. അപ്പൊ പ്രസത്തിന് 3 സൈഡാണെന്ന് മാത്രം പഠിച്ചു വെക്കരുത്, പൊട്ട തെറ്റാണ്. ഇങ്ങനെയൊക്കെ എന്തെല്ലാം തരത്തിലുള്ള പ്രസങ്ങളുണ്ടെന്ന് അറിയാം. ഹെക്സാഗണൽ പ്രസംസ് വരെയുണ്ട്. വെട്ടി 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 ലേറ്റ് പുറത്തിറങ്ങി വരും. ഇതാണ് സാധനം. ഒന്ന് വായിച്ചോണേ. കോമ്പിനേഷൻ ഓഫ് പ്രിസംസ്, അത് 2 ഉണ്ടാകുന്നു, അത്യാവശ്യം പ്രധാനമില്ല. അതിന്റെ താഴെ വരുന്നത് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്, വളരെ പ്രധാനം. സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്, ഇതൊക്കെ എൻട്രൻസ് പോയിന്റ് എടുത്ത് എൻട്രൻസിന് മാത്രം മതി. ഇത്രയും മാത്രം മതി. നമ്മൾ ഇക്വേഷൻ കാണാൻ പഠിച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. പടമൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല. ഞാൻ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കുറച്ച് ഡീറ്റെയിൽസ് കൂടുതൽ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അതവിടെ കടന്നോട്ടെ. മിക്കവാറും സ്കൂളുകളിൽ ഇതൊന്നും എടുക്കത്തില്ല. മിക്കവാറും സ്കൂളിൽ ഇതൊക്കെ വിട്ടങ്ങ് പോകും, എന്നൊന്നും ആരും പഠിപ്പിക്കാറില്ല. സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. കുട്ടികൾ ദൈവത്തിന് തുല്യമെന്നാണ്. നിങ്ങളൊക്കെ ദൈവത്തിന് തുല്യമായ പിള്ളേരാണ്. സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്, സ്കാറ്ററിങ്. നോക്കുക, എയർ മീഡിയം, അറ്റ്മോസ്ഫിയറിക് എയർ മീഡിയം, അതിനകത്ത് ഒരുപാട് മാത്രം പാർട്ടിക്കിൾസ് കാണാൻ പറ്റും. ഞാൻ ഒരിക്കൽ പറഞ്ഞു തരുന്നത്. All these are called suspended particles. In air, suspended particles in air. Suspended particles എന്ന് പറയുമ്പോഴത്തേക്ക് ഡസ്റ്റ്, മോളിക്യൂള്, പിന്നെ വേപ്പർ, പല മാറ്ററിനെ വേപ്പർ, ബാക്ടീരിയ, വൈറസ്, ഇതൊക്കെ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ആണ്. പിന്നെ റേ ഓഫ് ലൈറ്റ്, പിന്നെ റേ ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് is allowed to pass through such a suspended particle medium. The light undergoes scattering. ഇതിനകത്ത് കയറുന്നതും ലൈറ്റ് പല ഡയറക്ഷനിലേക്ക് സ്കാറ്റർ ചെയ്ത് പോകാൻ തുടങ്ങും. പല ഡയറക്ഷനിലേക്ക് സ്കാറ്റർ ചെയ്ത് പോകും. തെറിച്ചു പോവുക. ഒരു പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം ഒരു ബോഡിയിൽ തട്ടിയിട്ട് തെറിക്കുന്നത് പോലെ ഈ വരുന്ന ലൈറ്റ് ഈ മീഡിയത്തിനകത്തേക്ക് കയറുമ്പോഴത്തേക്ക് പല ഡയറക്ഷനിലേക്ക് തെറിച്ചു പോകാൻ തുടങ്ങും. പല ഡയറക്ഷനിലേക്ക് തെറിക്കാൻ തുടങ്ങും. ഈ തെറിച്ചു പോകുന്ന അവസ്ഥ, ഇറ്റ് ഈസ് കാൾഡ് സ്കാറ്ററിംഗ്. സ്കാറ്ററിംഗ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് ബാക്കി കുറെ ലൈറ്റ് ഇതുവഴി പാസ് ചെയ്തു പോകും. It is called transmitted light. Transmitted light. കയറുന്ന ലൈറ്റ് എന്ന് പറയുന്നത് ഇൻസിഡന്റ് ലൈറ്റ്, ബാക്കി വരുന്ന ലൈറ്റ്, അതുവഴി പാസ് ചെയ്ത് പോകുന്ന ലൈറ്റ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ്.
ഈ കാണുന്ന ലൈറ്റ് സൈഡ് എല്ലാ വശങ്ങളിലേക്കും തെറിച്ചു പോകുന്ന ലൈറ്റ് ഈസ് കാൾഡ് സ്കാറ്റേർഡ് ലൈറ്റ്. സ്കാറ്റേർഡ് ലൈറ്റ്. ആൻഡ് ദ ഫിനോമിനൻ ഈസ് കാൾഡ് സ്കാറ്ററിംഗ്. സ്കാറ്ററിംഗ്. ഇതാണ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ഈ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് പല തരത്തിൽ പഠിക്കാൻ പറ്റും. പല തരത്തിലുള്ള പ്രോസസ്സുകളുണ്ട് ഇതിനകത്ത്. നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത് റാലി സ്കാറ്ററിംഗ് ലാ. റാലി സ്കാറ്ററിംഗ് ലാ. സ്കാറ്ററിംഗ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു സെവറൽ ടൈപ്പ്. നമുക്ക് അതിനകത്ത് RAYLEIGH റാലി സ്കാറ്ററിംഗ്. റാലി സ്കാറ്ററിംഗ്. എന്താണ് റാലി സ്കാറ്ററിംഗ്? What is Rayleigh scattering? Rayleigh scattering is the scattering which is in accordance with the Rayleigh scattering law. എന്താണ് Rayleigh scattering law? Intensity of scattered light proportional to 1/λ raised to 4. 1/λ raised to 4. ഇന്റൻസിറ്റി ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ്. അതായത് ഈ കാണുന്ന നീല ലൈറ്റ്, സ്കാറ്റർ ചെയ്ത് പോകുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/λ raised to 4. ഏത് സ്കാറ്ററിംഗ് ആണോ ഈ ലാ ഒബേ ചെയ്യുന്നത്, സച്ച് എ സ്കാറ്ററിംഗ് ഈസ് കാൾഡ് റാലി സ്കാറ്ററിംഗ് ലാ. And the scattering is called Rayleigh scattering. Rayleigh scattering is the scattering which is in accordance with the Rayleigh scattering law. La endana? Intensity of scattered light is proportional to 1/λ raised to 4. Proportional to 1/λ raised to 4. എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം എന്താണ്? That is, അതിനൊരു അർത്ഥമുണ്ട്. That is lower wavelength. Wavelength കുറഞ്ഞത്, lower wavelength scatters more. വേവ് ലെങ്ത് കുറഞ്ഞത് കൂടുതൽ സ്കാറ്റർ ചെയ്യണം. വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റ് കൂടുതൽ സ്കാറ്റർ ചെയ്യണം. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, വിബ്ജിയോർ കേട്ടിട്ടുണ്ടോ? വിബ്ജിയോർ. ഇതില് ബ്ലൂ പറഞ്ഞ വയലറ്റ് ബ്ലൂ റീജിയൻ, വയലറ്റ് ബ്ലൂ റീജിയൻ ഈസ് കാൾഡ് ലോവർ വേവ് ലെങ്ത് റീജിയൻ. അപ്പൊ അതായിരിക്കും കൂടുതൽ സ്കാറ്റർ ചെയ്യുന്നത്. ഇറ്റ് സ്കാറ്റേഴ്സ് മോർ. ദാറ്റ് ഈസ് വൈ സ്കൈ അപ്പിയേഴ്സ് ബ്ലൂ. അതായത് സൺലൈറ്റ് സ്കൈയിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്കാറ്റർ ചെയ്യുന്ന ലോവർ വേവ്ലെങ്ത് സൈഡ് ആയിരിക്കും. ലോവർ വേവ്ലെങ്ത് സൈഡ് സ്കാറ്റർ ചെയ്യുമ്പോൾ ബ്ലൂ ആയിരിക്കും കൂടുതൽ സ്കാറ്റർ ചെയ്യുന്നത്. ഇപ്പൊ സ്കൈയിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ബ്ലൂ സ്കാറ്റർ ചെയ്യുന്നത് കാരണം അവിടെ മുഴുവൻ ബ്ലൂ ആയി കാണപ്പെടുന്നു. That is why sky appears blue. The same explanation holds good in the case of an ocean also. അതാണ് കാരണം. അതേസമയം early morning and evening, early morning and evening sunlight has to travel long distance through air. Has to travel long appears. ഇത് അങ്ങോട്ട് പോയല്ലേ? അല്ലെങ്കിൽ that is sky appears blue. നോട്ട്. Early morning and evening sunlight has to has to travel more distance through air. So lower wavelength scatters completely. Lower wavelength എല്ലാം പോയി. പിന്നെ ഉള്ളതിനകത്ത് പിന്നെ സ്കാറ്റർ ചെയ്യുന്നതിനകത്ത് കിട്ടുന്നത് അപ്പർ വേവ്ലെങ്ത് ആണ്. The remaining is predominant. Predominant means ബാക്കിയുള്ളതിൽ എടുത്തു കാണുന്നത്. The remaining predominant is longer wavelength. അതായത് രാവിലെയും വൈകിട്ടും സൺലൈറ്റിന് ഒരുപാട് ദൂരം എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ട്രാവൽ ചെയ്യണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ലോവർ വേവ്ലെങ്ത് എല്ലാം സ്കാറ്റർ ചെയ്ത് പോകും. എല്ലാം തീർന്നു കഴിഞ്ഞു.
പിന്നെ കിട്ടുന്നത് പ്രിഡോമിനന്റ് അപ്പർ വേവ് ലെങ്ത്, ലോവർ വേവ് ലെങ്ത് ആണ്. ലോങ്ങർ വേവ് ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് റെഡ് റീജിയൻ. അതുകൊണ്ടാണ് സൺസെറ്റും സൺറൈസും വരുന്ന സമയത്ത് സ്കൈയും അപ്പിയർഡ് നിയർ ബൈ പാർട്ടും ഒക്കെ ചുവപ്പ് നിറത്തിൽ കാണാനുള്ള കാരണം. അതിന്റെ കാരണം നിങ്ങൾ നോക്കുക, വയലറ്റ്, ഇൻഡിഗോ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ. ഇത് എഴുതി ഒരു നേരം കിട്ടും. വയലറ്റ്, ശരി, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതിലെ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എല്ലാം ആദ്യമേ കട്ട് ചെയ്തങ്ങ് തീരും. നല്ല ലോങ് ഡിസ്റ്റൻസ് ഫോം ഇതൊന്നും കാണത്തില്ല. പിന്നെ ബാക്കിയുള്ള കളറില് ഗ്രീനും എല്ലാം കൂടെ സ്കാറ്റർ ചെയ്യും. പിന്നെ സ്കാറ്റർ ചെയ്യാതെ ബാക്കി കിടക്കുന്ന കളർ എന്ന് പറയുന്നത് ഈ റെഡും ഓറഞ്ചും മാത്രം ബാക്കി കിടക്കും. അതിൽ പ്രിഡോമിനന്റ് റെഡ് ആയതുകൊണ്ടാണ് ഈ സൺസെറ്റ് വരുന്ന സമയത്ത് റെഡ് കളറിൽ കാണുന്നത്. ഇതാണ് എക്സ്പ്ലനേഷൻ. അതാണ് റാലി സ്കാറ്ററിംഗ് ലാ. നിങ്ങൾക്ക് ഇത്രയേ പഠിക്കാനുള്ളൂ. ക്ലിയർ ആയല്ലോ പിള്ളേരെ? ക്ലിയർ ആയോ? വരും. ശിവാനി, നന്ദനായസ് കുമാറേ, ഒറ്റണ ഇവിടെ ഇല്ലേടേ. എൽച്ചോ പോയ എല്ലാവരും? ഓക്കെ. ഇത് CBSE ഇപ്പം ചോദിക്കാറില്ല കേട്ടോ, ഈ വർഷം ഇല്ലാന്നാണ് പറഞ്ഞേക്കിനെ. എന്നാലും പഠിച്ചു വെച്ചോ അവന്മാർ ചോദിക്കും. അവന്മാർ രീതി ഏതാണ്? ചോദിച്ചിട്ട് പറയും നമ്മൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ. ഈ CBSE-കാർ എങ്ങനെയാണ്? അവരുടെ രീതി ഒരു രക്ഷയും ഇല്ല. സിലബസ് ഇല്ല എന്ന് പറയും, ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് എന്നിട്ട് പറയും നമ്മൾ പിന്നെ ആലോചിക്കാന്ന് പറയും. അവന്മാർ മാർക്കും കുറയ്ക്കില്ല, മാർക്കും തരിയില്ല. അവന്മാർ രീതി അതാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഞാൻ ഓടിച്ചു പറയാം. എർത്തിന്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു സസ്പെൻഡഡ് പാർട്ടിക്കിൾ മീഡിയമാണ്. അതിനകത്ത് ഡസ്റ്റ്, വാട്ടർ മോളിക്യൂള്, വേപ്പർ, ആറ്റം, ഇതെല്ലാം ഉണ്ട് ഇതിനകത്ത്. ഒരുപാട് കാര്യങ്ങൾ കാണും ഇതിനകത്ത്. സൺലൈറ്റ് ഈ സസ്പെൻഡഡ് പാർട്ടിക്കിൾ മീഡിയം വഴി കയറി വരുമ്പോഴത്തേക്ക് ഈ പാർട്ടിക്കിൾ മീഡിയത്തിൽ തട്ടി അവൻ സ്കാറ്റർ ചെയ്യും. ഇങ്ങനെ സ്കാറ്റർ ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ലൈറ്റിന്റെ വേവ് ലെങ്തും സൈസ് ഓഫ് ദ സ്കാറ്ററിംഗ് കമ്പയറബിൾ ആയിരിക്കണം. വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞത് ആങ്സ്ട്രം യൂണിറ്റിലാണ്. ഇതിന്റെ സൈസും ആങ്സ്ട്രം ആണ്. അതുകൊണ്ട് അവർ തമ്മിൽ സ്കാറ്റർ ചെയ്തോളും. ഇപ്പൊ സ്കാറ്റർ കഴിയുമ്പോഴത്തേക്ക് ബാക്കി ലൈറ്റ് കയറി പോകുന്നതിന് പറഞ്ഞ പേരാണ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ് എന്ന് പറഞ്ഞാല് ഇവിടെ ഇന്റൻസിറ്റി ക്യാപിറ്റൽ I ആണെങ്കിൽ, ഇവിടെ ഇന്റൻസിറ്റി ക്യാപിറ്റൽ I ആണ്, അല്ലെങ്കിൽ I0 എന്ന് എഴുതുക. ഇവിടുത്തെ ഇന്റൻസിറ്റി I0. ഇവിടെയുള്ള ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് I. ട്രാൻസ്മിറ്റ് ചെയ്ത ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് I ട്രാൻസ്മിറ്റഡ്. ഓക്കെ, ട്രാൻസ്മിറ്റഡ് ലൈറ്റ്. ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ലൈറ്റിന്റെ ഇന്റൻസിറ്റി will be less than I0. I0യേക്കാളും കുറവായിരിക്കും. സ്കാറ്റർ ചെയ്യുമ്പോൾ ഇന്റൻസിറ്റി കുറയും, വേറെ ഒന്നും സംഭവിക്കത്തില്ല. ഡ്യൂറിങ് സ്കാറ്ററിംഗ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഡിക്രീസസ്. അതാണ് ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അത് ഈ സ്കാറ്ററിംഗ് പലതരത്തിൽ പഠിക്കാനുണ്ട്. അത് അടിസ്ഥാനപരമായിട്ട് രണ്ടെണ്ണുള്ളത്, റാലി സ്കാറ്ററിംഗും രാമൻ സ്കാറ്ററിംഗും. രാമൻ സ്കാറ്ററിംഗ് ഒന്നും ഇപ്പൊ ഇല്ല പഠിക്കാനായിട്ട്. അതും ഇതൊക്കെ എൻ്റെ MSCയുടെ ഒരു പേപ്പറാണ്. റാലി സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞത് വിച്ച് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് റാലി സ്കാറ്ററിംഗ് ലാ. എന്താണ്? ഇന്റൻസിറ്റി ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/λ4. അതായത് വേവ് ലെങ്ത് കുറഞ്ഞത് കൂടുതൽ സ്കാറ്റർ ചെയ്യണമെന്ന് പറയുന്നതാണ് റാലി സ്കാറ്ററിംഗ് ലാ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ആണ് സൺലൈറ്റ്. ഇതില് ബ്ലൂ വരെയുള്ളതാണ് ലോവർ വേവ് ലെങ്ത് റീജിയൻ. ഇത് മിഡിൽ വേവ് ലെങ്ത്, അടുത്ത് വരുന്ന അപ്പർ വേവ് ലെങ്ത്. അത് സൺലൈറ്റ് അറ്റ്മോസ്ഫിയറിൽ കയറി ഉടനെ തന്നെ സ്കാറ്ററിംഗ് തുടങ്ങും. വയലറ്റും ഇൻഡിഗോയും സ്കാറ്റർ ചെയ്ത് തീരും. ബാക്കി സ്കാറ്റർ ചെയ്യുന്നതിൽ ബ്ലൂ ആണ് പ്രിഡോമിനന്റ് കളർ. അതുകൊണ്ട് സ്കൈ അപ്പിയേഴ്സ് ബ്ലൂ. അതേസമയം സൺസെറ്റും സൺറൈസും നടക്കുന്ന സമയത്ത് ഒരുപാട് ദൂരം അത് ട്രാവൽ ചെയ്യണം. എർത്ത് അറ്റ്മോസ്ഫിയർ വളഞ്ഞു വരും അത്. അപ്പം വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ എല്ലാം പോയി തീരും. പിന്നെ ബാക്കിയുള്ളതിൽ സ്കാറ്റർ ചെയ്യാതെ ബാക്കി കിട്ടുന്ന 2 കളർ ഓറഞ്ച്, റെഡ് മാത്രമായിരിക്കും. അതേ പിന്നെ സ്കാറ്ററിംഗ് കാണും. അതുകൊണ്ട് റിമൈനിങ് പാർട്ട് എന്ന് പറയുന്നത് പ്രിഡോമിനന്റ് ഈസ് ഇൻ ദ ലോവർ വേവ് ലെങ്ത് റെഡ് റീജിയൻ. ദാറ്റ് ഈസ് വൈ ഡ്യൂറിങ് സൺസെറ്റ് ആൻഡ് സൺറൈസ് sun and the nearby portions appears to be red in color. Clear ayo Arsha, Aksharanil, Anjali, Krishna? Okay. ശരി, ഇനി ഇതിനകത്ത് ഒരു ചെറിയ സാധനം കൂടെ പഠിപ്പിക്കാനുള്ളത് റെയിൻബോ. അതോട് തിയറിയാണ് ഈ ചാപ്റ്റർ. റെയിൻബോ. What is rainbow? Rainbow is an arc-like spectrum observed in the upper part of the atmosphere due to scattering of light. Due to dispersion of light, rainbow is an arc
light spectrum observed on the upper layer of atmosphere due to dispersion, deviation and total internal reflection. ഇത് ഒരിക്കലും സ്കാറ്ററിംഗ് കാരണമല്ല. അപ്പം റെയിൻബോയ്ക്ക് കാരണം താഴെ പറയുന്നത് ആരല്ല എന്ന് ചോദിച്ചാൽ സ്കാറ്ററിംഗ് അല്ലാതെ എഴുതി കൊടുക്കണം. ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. 3 കാര്യങ്ങളാണ്: ഡീവിയേഷൻ, ഡിസ്പെർഷൻ ആൻഡ് TIR. ഇതിന് കാരണം പറഞ്ഞു തരാം. വാട്ടർ മോളിക്യൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് അറ്റ്മോസ്ഫിയറിൽ സസ്പെൻഡ് ചെയ്തൊരു വാട്ടർ മോളിക്യൂൾ എടുത്താൽ വാട്ടർ മോളിക്യൂൾ ആക്ട്സ് ലൈക്ക് എ പ്രിസം. വാട്ടർ മോളിക്യൂൾ എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ പ്രിസം പോലെ ആക്ട് ചെയ്യും. ഒരു പ്രിസം പോലെ ആക്ട് ചെയ്യും. ഒരു പ്രിസം അതിനകത്തിരിക്കുന്ന എഫക്റ്റ് ആണ് വാട്ടർ മോളിക്യൂളിന്. അതുകൊണ്ട് ഒരു റേ ഓഫ് ലൈറ്റ് ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കളേഡായിട്ട് വരും. വാട്ടർ മോളിക്യൂൾ ആക്ട്സ് ലൈക്ക് എ വാട്ടർ പ്രിസം. അത് കാരണം ഇത് കളേഡായിട്ട് കാണപ്പെടും. ഒരെൻഡിൽ വയലറ്റും റെഡും ഏറ്റവും മുകളിൽ വരും, വയലറ്റ് താഴെ വരും. എർത്ത് ഉരുണ്ടതായത് കൊണ്ടും ഗ്രാവിറ്റി നോർമൽ ആയതുകൊണ്ടും റെയിൻബോ വളഞ്ഞു കാണും. അതാണ് കാരണം. റെയിൻബോ വളഞ്ഞു കാണുന്നതിന് കാരണം ഈ വാട്ടർ മോളിക്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന എനങ്ങൽ ആർക്കാണ്. അതുകൊണ്ട് സ്പെക്ട്രവും ഒരു ആർച്ചായിട്ടായിരിക്കും കാണുന്നത്. ഈ റെയിൻബോ രണ്ടായിട്ട് മാറ്റിയിട്ടുണ്ട്. റെയിൻബോയെ ബേസിക്കലി രണ്ടായിട്ട് പറയാം. ഒന്ന് പ്രൈമറി റെയിൻബോ, വേറെ സെക്കൻഡറി റെയിൻബോ. പ്രൈമറി റെയിൻബോ ആൻഡ് സെക്കൻഡറി റെയിൻബോ. എന്താണ് പ്രൈമറി റെയിൻബോ? ചോദിക്കും. പ്രൈമറി റെയിൻബോ is due to refraction, deviation and one total internal reflection. ഇത്രയേ ഉള്ളൂ. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതാണ് റെയിൻ ഡ്രോപ്പ് എന്നുണ്ടെങ്കിൽ ഇത് അതിൻ്റെ സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ സൺലൈറ്റ് ഈ സെൻറ്ററിൻ്റെ മുകളിൽ കൂടെ എൻ്റർ ചെയ്യണം. ഇതിങ്ങനെ ഒന്ന് എൻ്റർ ചെയ്യണം. സൺലൈറ്റ് എൻറ്റർ ടു ദ ഡ്രോപ്പ്ലെറ്റ് നിയർലി പാരലൽ ടു ദ എർത്ത് എബോവ് ദ സെൻറ്റർ. അപ്പോൾ ഇവിടുന്ന് കയറുന്ന ലൈറ്റ് ഇവിടെ വന്ന് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. വയലറ്റും റെഡുമായിട്ട് 2 പാർട്ടിലായി സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് TIR നടക്കും. ഇതാണ് ഒരു TIR നടന്നിട്ട് അതിങ്ങനെ തറയിലോട്ട് പോകും. ഇങ്ങനെ ഇവിടെയാണ് TIR. ഡീവിയേഷൻ ഉണ്ട്, റിഫ്രാക്ഷൻ ഉണ്ട്, 1 TIR. അതാണ് പ്രൈമറി റെയിൻബോയ്ക്ക് കാരണം. സെക്കൻഡറി റെയിൻബോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേ ഡ്രോപ്പ്ലെറ്റ് തന്നെ പക്ഷേ ഇത് അതിൻ്റെ സെൻറ്റർ ലൈറ്റ് എൻ്റർ ചെയ്യുന്നത് ഈ സെൻറ്ററിന് താഴെ കൂടെ ആയിരിക്കും. ഇവിടെ കൂടെ എൻ്റർ ചെയ്യും, താഴെ കൂടെ എൻ്റർ ചെയ്യും. ഇത് വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷം, മറ്റേതൊരു 3 മണിക്ക് ശേഷം. 3 മണി മുതൽ 5 മണി വരെ പ്രൈമറി, 5 മണിക്ക് ശേഷം സെക്കൻഡറി. ചില സമയം രണ്ടും കൂടെ കാണാൻ പറ്റും. ഇവിടുന്ന് വരുന്നത് ഇത് ഇങ്ങനെ പോയി തട്ടുന്നു, ഇങ്ങനെ വരുന്നു, അവിടുന്ന് വീണ്ടും ഇങ്ങനെ പോയി തട്ടുന്നു, അവിടുന്ന് പോയി ഇതിങ്ങനെ പോയി തട്ടുന്നു, എന്നിട്ട് അവർ ഒടിഞ്ഞിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോരും. ഇതാണ് സെക്കൻഡറി റെയിൻബോ. ഇങ്ങനെ വരുന്നത് കാരണം ഇവിടെ നോക്കി, ഇവിടെ വയലറ്റും റെഡും ആണെന്നുണ്ടെങ്കിൽ ഇവിടെ റെഡും ഇത് വയലറ്റും ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് തിരിഞ്ഞു വരും. ഇവിടെ വയലറ്റും ഇവിടെ റെഡും ആയിട്ട് വരും. അതായത് ഇന്നർ കളറും ഔട്ടർ കളർ തിരിഞ്ഞു കാണും. അതായത് പ്രൈമറിയുടെ ഇൻവേഴ്സ് ആയിരിക്കും സെക്കൻഡറി. ഇനി ഇത് ഇന്റൻസിറ്റി കൂടുതലാണ്, ഇനി ഇന്റൻസിറ്റി കുറവാണ്. ഇത് ബ്രൈറ്റ് ആണ്, ഇത് ലെസ് ബ്രൈറ്റ് ആണ്. ഇത് 2 ഡിഗ്രിയിലാണ് കാണുന്നത്, ഇത് 3 ഡിഗ്രിയിലാണ് കാണുന്നത്. ഇത് ഫോം ചെയ്യുന്നത് 3 ഡിഗ്രിയിലാണ്. ഇവിടെ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത്
3 ഡിഗ്രി ആംഗിളിലാണ് കാണുന്നത്. ഇത് 3 ഡിഗ്രി ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് ഫോം ചെയ്യുന്നത് 2 ഡിഗ്രി ആംഗിളിലാണ്. ഇങ്ങനെ കുറേ വ്യത്യാസങ്ങളെ കൊണ്ട് വരും തമ്മിൽ. വളരെ അപൂർവമായിട്ട് പ്രൈമറി റെയിൻബോയും സെക്കൻഡറി റെയിൻബോയും നമുക്ക് ഒന്നിച്ച് കാണാൻ പറ്റും. ഇത് പ്രൈമറിയും സെക്കൻഡറിയും കൂടെ ഒന്നിച്ച് കാണുന്നതാണ്. ഇതാ ഇതില് പ്രൈമറിയും റെയിൻബോയും കൂടെ പ്രൈമറി റെയിൻബോയും സെക്കൻഡറി റെയിൻബോയും ഒന്നിച്ച് കാണാൻ പറ്റും. ഞാൻ വരച്ച പടം പോണേണ്ട, താഴെ കൂടെ കയറി 2 പ്രാവശ്യം തട്ടിയിട്ട് വരും, തിരിഞ്ഞു വരും. ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി. ഇനി ഇതിന്റെ ഫോട്ടോയിലേക്ക് പോയി കഴിഞ്ഞാൽ നോട്ട് ഇതാണ് എൻ്റെ ഫോട്ടോ. സെക്കൻഡറി റെയിൻബോ, പ്രൈമറി ബ്രൈറ്റ് ആണ്, സെക്കൻഡറി ബ്രൈറ്റ് അല്ല. അതാണ് കാരണം. ഇതുണ്ടാ, ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി. ഇതിന്റെ വലിയ ഇമേജ് കിട്ടുമോ നോക്കട്ടെ. ഇല്ല, വരെ ഉള്ളൂ. ഓക്കെ. നയാഗ്ര ഫാൾസിന് എവിടെ പോയി കഴിഞ്ഞാൽ റെയിൻബോ എപ്പോഴും കാണാൻ പറ്റും. നല്ല ആർച്ചായിട്ട് തന്നെ കാണാൻ പറ്റും. ഇത് കാലിഫോർണിയയിലേക്കാണ് ഇങ്ങനെ കാണുന്നത്. കണ്ട, ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി. ബ്രൈറ്റർ, ലെസ് ബ്രൈറ്റർ. അതാണ് കാരണം. ഈസ് ഇൻവേർട്ടർ. ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കാരണങ്ങൾ. ഇങ്ങനെ ഒരുപാട്. ഇതാണ് അതിന്റെ പടം. ഇപ്പം ക്ലിയർ ആയല്ല. ഒന്ന് മോളിൽ കൂടെ, വേറെ താഴെ കൂടെ കയറി വരും. റെയിൻ ഡ്രോപ്പ് ഇതാണ്ട. സൺലൈറ്റ് എർത്തിന് പാരലായിരിക്കണം. അതിന്റെ മോളിൽ വരുമ്പോഴത്തേക്ക് പ്രൈമറി, താഴെ നിന്ന് കയറണമെങ്കിൽ സെക്കൻഡറി. 2 പ്രാവശ്യം റിഫ്ലക്ട് ചെയ്ത് വരും, സെക്കൻഡറി. ഇതാണ് നിങ്ങൾ ടെക്സ്റ്റിൽ കാണുന്ന ഡയഗ്രാം. ഞാൻ ബുക്കിൽ കൊടുത്തിട്ടുണ്ടോ, നോക്കിയാൽ കാണാൻ പറ്റും. പറയാൻ മനസ്സിലായി. പ്രൈമറി അല്ല റെയിൻബോ ഇൻ നയാഗ്ര. ഇത് നയാഗ്ര ഫാൾസിൽ ഇത് കാണാൻ പറ്റും. കാരണം എപ്പോഴും വാട്ടർ ഡ്രോപ്ലെറ്റ് അവൈലബിൾ ആണ് അവിടെ. വാട്ടർ ഡ്രോപ്ലെറ്റ് അവൈലബിൾ ആണ്. പിന്നെ അത് ഹൈറ്റ് കൂടിയ സ്ഥലമായതുകൊണ്ട് സൺലൈറ്റ് എപ്പോഴും ഇതിന് പാരലായിട്ട് തന്നെ കിട്ടും നമുക്ക്. ഇതൊക്കെ ഇത് അമേരിക്കൻ ഫാൾസ്, ചെറുത്. അമേരിക്കൻ ഫാൾസ് ദ്വീപിൽ കൂടെ വരുന്നതാണ്. ഇപ്പുറത്ത് കാണുന്ന ഹോട്ട് സ്ട്രീം അതാണ് റെയിൻബോ കാണുന്ന. വേണ്ട, മറ്റേത് കാനഡിയൻ ഫാൾസ്. കാണുന്ന വേണ്ട, ഇതേപോലെ കാണാൻ പറ്റും. നട്ടുച്ച എപ്പോഴും പോലും കാണാൻ പറ്റും അവിടെ. കാരണം സൺലൈറ്റ് എപ്പോഴും പാരലായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇതാ വീണണ്ട. 600 മെഗാവാട്ടാണ് 1 ക്യൂബിക് മീറ്ററിന്റെ വെള്ളത്തിന്റെ പവർ. അത്ര ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടറാണ് അവിടെ വീണുകൊണ്ടിരിക്കുന്നത്. കാണാൻ പറ്റും. മലയുടെ ഹൈറ്റ് വരണം. അതായത് ഈ റേസ് എർത്തിന് പാരലായിരിക്കണം. പിന്നെ ഇതിനകത്ത് ഡീവിയേഷൻ കഴിഞ്ഞ് വരുന്ന ലൈറ്റിന് നമ്മളെ കണ്ണിന്റെ ഒബ്സർവേഷൻ ആംഗിളിനകത്ത് വന്നാലേ നമുക്കിത് കാണാൻ പറ്റൂ. അതുകൊണ്ട് ഒരിക്കലും ലോവർ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് കാണാൻ പറ്റത്തില്ല. ഹയർ ആൾട്ടിറ്റ്യൂഡ് പോയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഹയർ ആൾട്ടിറ്റ്യൂഡുള്ള സ്ഥലത്തേ ഇത് കാണാൻ പറ്റുള്ളൂ. ഇത് പ്രൈമറി, മറ്റേ സെക്കൻഡറി. സാധനം ചില സമയങ്ങളിൽ ഇവൻ കയറി വലിയ പ്രശ്നമാണ് ഈ കുന്തമേ. ശരി, ഇതെന്താ ഹാങ്ങായി നിൽക്കാനുള്ള എന്താ? ഇനി ഇത് മാറണമെങ്കിൽ നമ്മൾ ഈ ബോർഡ് ക്ലോസ് ചെയ്താലേ അത് മാറുള്ളൂ. അല്ലാതെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. വലിയ പ്രയാസമാണ്. ശരി.
നിങ്ങളൊക്കെ പഠിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും നയാഗ്ര ഫാൾസ് ഒക്കെ കാണാൻ ഒരു അവസരം കിട്ടുമ്പം അച്ഛനമ്മമാരുടെ മനസ്സിൽ ഓർക്കുക, അവരതൊന്നും കണ്ടിട്ടില്ല, അവരെ കൂടെ കൊണ്ട് കാണിക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ കടമയാണത്. അച്ഛനമ്മമാരെ സ്നേഹിക്കുകയും നിങ്ങളോടൊപ്പം നിർത്തുക എന്നുള്ളത് നിങ്ങളുടെ കടമ തന്നെയാണ്. അത് ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നിങ്ങളൊരു പക്ഷേ വലിയ നിലയിൽ എത്തുമ്പോഴത്തേക്ക് അച്ഛനമ്മമാരെ മറന്നു പോകരുത്, ഒരിക്കലും മറക്കരുത്. അത് നമ്മുടെ ധർമ്മത്തിന് ചേർന്നതല്ല. അവരല്ലേ നിങ്ങളെല്ലാം ഈ നിലയിലാക്കുന്നതല്ല അവരല്ലേ. നമ്മൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും എന്നുള്ളതിൽ കവിഞ്ഞ് ഇവിടെ കൊണ്ടാക്കാനും ഫീസ് തരാനും നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു തരും നിങ്ങളുടെ പാരൻസ് ആണ്. നമ്മൾ ആരുമല്ല, പാരൻസ് ആണ് നിങ്ങളുടെ എല്ലാം. അപ്പൊ അവർക്ക് വേണ്ടി പഠിക്കുക, നിങ്ങൾക്ക് വേണ്ടി നന്നാകുക, നന്നാകുമ്പം അവരെ കൈവിടാതിരിക്കുക. ഞാൻ ഇന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ടിരുന്ന ഒരു റെഗുലർ ടൈം ടേബിൾ ഉണ്ടാക്കി എല്ലാ ദിവസവും മിനിമം 2 സബ്ജക്റ്റ് എങ്കിലും ടച്ച് ചെയ്യത്തക്ക രീതിയിൽ നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കണം. എല്ലാ ദിവസവും ഫിസിക്സ് പഠിക്കണമെന്നില്ല. ഫിസിക്സ് ഒന്നിരാട എല്ലാ സബ്ജക്റ്റും ഒരാഴ്ചയിൽ 3-4 ദിവസം കിട്ടത്തക്ക നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഒരുപാട് സമയം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ഒരു ദിവസം നമ്മൾ പഠിക്കാൻ, സ്കൂളിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയമല്ല, അതൊരു 4 മണിക്കൂർ. നമുക്കിപ്പോൾ രാവിലെ ഇപ്പം 6:30 ക്ലാസ് കഴിഞ്ഞ് 7 മുതൽ ഒരു 12 മണി വരെ ഇരിക്കും. ഇടയ്ക്ക് 1 മണിക്കൂർ നമുക്ക് ഇന്റർവെൽ എടുക്കാം. 2 സബ്ജക്റ്റ് പഠിച്ചാൽ മതി. എല്ലാ ദിവസവും ഫിസിക്സും എല്ലാ ദിവസവും കെമിസ്ട്രിയും എല്ലാ ദിവസവും മാത്സ് പഠിക്കാൻ പറ്റില്ല. അത് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പോർഷനും തീരും. നന്നായിട്ട് പഠിക്കുക, നല്ല ആരോഗ്യമായിട്ടിരിക്കുക, സൂക്ഷിക്കുക. അത് മനസ്സിലായോ എൻ്റെ പിള്ളേരെ? നിങ്ങളിരിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ അച്ഛനമ്മമാരെ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. അവർ ദൈവങ്ങളാണ്, അവരൊക്കെ ദൈവങ്ങളാണ്. നമുക്കൊരു വിഷമം പറഞ്ഞാൽ പ്രാക്ടിക്കൽസൊക്കെ കാണും. നമുക്കൊരു ദുഃഖം വന്നു കഴിഞ്ഞാൽ പറയാൻ അച്ഛനമ്മയല്ലാതെ ആരുടെ ഇരിക്കുന്നത്? അമ്മ എന്ന് പറഞ്ഞപ്പോൾ അത് വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ വിഷമം പകുതി പോയില്ലേ? എനിക്ക് എന്തുണ്ടെങ്കിലും അച്ഛ എന്ന് ഞാൻ വിളിക്കുമ്പോൾ തന്നെ, അപ്പൊ അച്ഛൻ എന്ത് മക്കളെ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ വിഷമം പകുതി അങ്ങ് പോയി നമുക്ക്. അത് തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ? നമ്മുടെ വയസ്സായിരുന്നാലും അച്ഛനമ്മമാരെ കാണാൻ പറ്റുക, അച്ഛനമ്മമാരോടൊപ്പം ജീവിക്കുക എന്ന് പറഞ്ഞൊരു വലിയ ഭാഗ്യം തന്നെയാണ്.